ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും അതിർത്തിയിലുള്ള ഒരു കാർഷിക ഗ്രാമമാണ് ലൂർദ്. പൈറീസ് മലനിരകളുടെ താഴ്വരയിലാണ് ഈ ഗ്രാമം. കൃഷിയാണ് പ്രധാന വരുമാനമാർഗം. വർഷത്തിൽ മിക്കവാറും മുഴുവൻ സമയവും തണുപ്പുള്ള പ്രദേശം. അതുകൊണ്ട് തണുപ്പിനെ അകറ്റാൻ വനത്തിൽ വിറക് ശേഖരിക്കുന്നത് അന്നാട്ടുകാരുടെ ഒരു ജോലി കൂടിയാണ്. 1858 കാലഘട്ടത്തിൽ വനത്തിൽ വിറക് ശേഖരിക്കുവാൻ പോയ ബെർണഡീത്ത എന്ന 13 വയസ്സുകാരിയും സഹോദരിയും കൂട്ടുകാരിയും ഒരിക്കൽ ഗുവാ നദിയുടെ തീരത്തുള്ള ഒരു ഗുഹയ്ക്ക് സമീപം വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഗുഹയിൽ അതീവ പ്രഭയുള്ള ഒരു സുവർണ വെളിച്ചം. ആ വെള്ളി വെളിച്ചത്തിനുള്ളിൽ സുന്ദരിയായ ഒരു സ്ത്രീ തൂവെള്ള വസ്ത്രത്തിൽ ആകാശനീല നിറത്തിൽ കച്ചയും ധരിച്ചിരിക്കുന്നു. കയ്യിൽ ജപമാലയും പാദങ്ങളിൽ പന്നീർ പൂക്കളും നിറഞ്ഞ സുന്ദരിയായ ഒരു സ്ത്രീരൂപം. ആ സ്ത്രീ അവളോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. പ്രാർത്ഥന പൂർത്തിയാക്കുന്നതിന് മുമ്പായി ആ സ്ത്രീരൂപം അവിടുന്ന് അപ്രത്യക്ഷയായി. അത് പരിശുദ്ധ കന്യകാമറിയമാണെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ 18ഓളം തവണ മാതാവ് ബെർണഡീത്തായ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈ പ്രത്യക്ഷപ്പെടലുകൾ തുടരുന്നതിനിടയിൽ പരിശുദ്ധ മാതാവിനോട് അവൾ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. ഇതിനിടയിൽ നാട്ടിൽ അസത്യവും അരാജകത്വവും പ്രചരിപ്പിക്കുന്നു എന്ന പേരിൽ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനു പോലും ബെർണഡീത്ത വിധേയയായി. ഒരിക്കൽ മാതാവ് അവളോട് താൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തു നിന്നും അല്പം മാറി നിലത്ത് ഒരു കുഴി കുഴിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് ഒരു നീരുറവ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധൻ ആ നീരുറവയിൽ മുഖം കഴുകി. അദ്ദേഹത്തിൻ്റെ കാഴ്ചയില്ലാത്ത ഒരു കണ്ണിന് കാഴ്ച ലഭിക്കുകയും ഉണ്ടായി. പട്ടണത്തിൽ ഈ വാർത്ത വളരെ വേഗം പരന്നു. അടുത്ത ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആ വനപ്രദേശത്തേക്ക് ആളുകൾ വരുവാൻ തുടങ്ങി. ഒരിക്കൽ മൃതപ്രായമായ ഒരു കുട്ടിയെ ഉറവയിലെ വെള്ളത്തിൽ കിടത്തിയപ്പോൾ വലിയ രോഗശാന്തി ഉണ്ടായി. ആരാലും അറിയപ്പെടാതിരുന്ന ഈ ഗ്രാമം ഒരു പട്ടണമായി വേഗം മാറുകയായിരുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകളിൽ ലോകത്തിനു വേണ്ടിയുള്ള സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ബെർണഡീത്തായോട് മാതാവ് ആവശ്യപ്പെട്ടു. ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കാൻ സഭാധികാരികളോട് ആവശ്യപ്പെടാൻ മാതാവ് ബെർണഡീത്തായോട് പറഞ്ഞു. മാർച്ച് 25 പ്രത്യക്ഷപ്പെടലിൽ ആ മംഗളവാർത്താ തിരുനാളിന് അമ്മ തൻ്റെ നാമം അമലോത്ഭവയാണെന്ന് ബെർണഡീത്തായ്ക്ക് വെളിപ്പെടുത്തി. പിന്നീട് ക്ഷയരോഗം ബാധിച്ച് 35-ാം വയസ്സിൽ ബെർണഡീത്ത മരിച്ചു. 1933 ഡിസംബർ 8 പയസ് 11-ാം മാർപ്പാപ്പ അവരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ബെർണഡീത്തായുടെ അഴുകാത്ത ശരീരം ഫ്രാൻസിലെ നവോഡയിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. ഹോട്ടലിൻ്റെ മുമ്പിലൂടെ ഒരു തോട് ഒഴുകുന്നു. അതിൻ്റെ 2 വശങ്ങളിലുമായി വേറെയും ഹോട്ടലുകൾ. ബസ്സിൽ വെച്ച് അച്ഛൻ പറഞ്ഞു തന്ന ബെർണഡീത്തായ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങൾ ഒന്ന് അനുഭവിക്കാനും നേരിൽ കാണാനുമുള്ള ആകാംക്ഷയിൽ ദേവാലയ പരിസരത്തേക്ക് ഒറ്റയ്ക്കും കൂട്ടമായും മിക്കവരും പോയി തുടങ്ങിയിരുന്നു. ഭക്തവസ്തുക്കൾ വിൽക്കുന്ന കടകൾ, മെഴുകുതിരി പ്രദക്ഷിണത്തിനുള്ള തിരികൾ, ജപമാല, മാതാവിൻ്റെ ചിത്രങ്ങൾ. മറ്റു ദേവാലയ പരിസരത്തേക്കാൾ ഷോപ്പുകൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദേവാലയത്തിലേക്ക് പോകുന്നവരും തിരികെ വരുന്നവരും. അങ്ങനെ തെരുവിൽ നല്ല തിരക്കാണ്. പല വേഷക്കാർ, ഭാഷക്കാർ, പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ. ചിലർ ഗ്രൂപ്പുകളായി വരുന്നവർ കുരിശും കൊടിയും ഒക്കെ പിടിച്ച് ഭക്തിപൂർവ്വം പോകുന്നു. ഇവിടെ പ്രധാന ദേവാലയത്തിൻ്റെ ഗോപുരം ആകാശത്ത് ഉയർന്നു നിൽക്കുന്നത് കാണാം.
സന്ദർശനം കഴിഞ്ഞവരാകാം ബെഞ്ചുകളിൽ ഇരുന്ന് വിശ്രമിക്കുന്നു. ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കാൻ പോകുന്നതിൻ്റെ ചില മുന്നൊരുക്കങ്ങൾ പോലെ തോന്നുന്നു. ഈ മൈതാനത്തിന് അടിയിൽ വലിയൊരു ദേവാലയമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം. തിരുനാളുകളിലും വിശേഷ ദിവസങ്ങളിലും കൂടുതൽ ജനങ്ങളെത്തുമ്പോൾ അവരെ ഉൾക്കൊള്ളുവാൻ ഭൂമിക്കടിയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. 1958 മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലിൻ്റെ 100ാം വാർഷികത്തിൽ ഈ ദേവാലയം സമർപ്പിക്കപ്പെട്ടു. സെയിൻറ്റ് പയസ് ബസിലിക്ക എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത്. 91 മീറ്റർ നീളവും 61 മീറ്റർ വീതിയും തൂണുകളിലും ആണ് മേൽക്കൂര ഉറപ്പിച്ചിരിക്കുന്നത്. ദേവാലയത്തിൻ്റെ മധ്യഭാഗത്താണ് അൾത്താര. അതുകൊണ്ട് ദേവാലയത്തിൽ എവിടെയിരുന്നാലും തിരുക്കർമ്മങ്ങളിൽ വളരെ അടുത്തുനിന്ന് പങ്കെടുക്കുവാൻ സാധിക്കും. സങ്കീർണമായ ശബ്ദ ക്രമീകരണം എടുത്തു പറയേണ്ടത് തന്നെ. ചുറ്റോടു ചുറ്റും 52 പുണ്യാത്മാക്കളുടെ വലിയ ചിത്രങ്ങൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഇവയെല്ലാം സിമെന്റിൽ പൂർത്തിയാക്കിയ രീതിയിലാണ് കാണപ്പെടുന്നത്. പ്രത്യേകം പെയിന്റുകളൊന്നും ഈ ദേവാലയത്തിൽ പൂശിയിട്ടില്ല. സെയിൻറ്റ് പയസ് ദേവാലയത്തിനും ജപമാല രാജ്ഞിയുടെ ദേവാലയത്തിനും മധ്യേ വലിയൊരു കരിങ്കൽ പില്ലറിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു പ്രതിമ വളരെ ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അതിനപ്പുറം ഒരു പാലം കടന്നാലാണ് പ്രധാന ദേവാലയം. ഒരു പാറക്കെട്ടിനോട് ചേർന്നാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ ഈ പാറക്കെട്ടിനു സമീപം വെച്ചാണ് പരിശുദ്ധ മാതാവ് ബെർണഡിത്തായിക്ക് പ്രത്യക്ഷപ്പെട്ടത്. പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരിടം. ചിന്തകളെ ഏകാഗ്രമാക്കി പരിസരം മറന്ന് പ്രാർത്ഥിക്കുന്നു. പ്രായമായവരും യുവാക്കളും എന്നില്ല, എല്ലാവരും മറ്റൊരു ലോകത്തിലെന്ന പോലെ. ചിലർ മാതാവ് പ്രത്യക്ഷപ്പെട്ട പാറയിൽ തൊട്ടു വണങ്ങുന്നു, ചിലർ ചുംബിക്കുന്നു. മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം തുറന്ന അത്ഭുത ഉറവയാണ് ഈ കാണുന്നത്. ആ പാറയുടെ മുകളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് ഇന്ന് മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒരു വല്ലാത്ത നിശബ്ദതയാണിവിടെ. പരിസരത്തൊക്കെ ധാരാളം ഭക്തജനങ്ങളെ കാണാം. ഇവിടെയാണ് രോഗികളായി വരുന്നവർക്ക് വിശുദ്ധ ജലത്തിൽ കുളിക്കുവാനുള്ള സൗകര്യം. ദേവാലയത്തിന് മുൻഭാഗത്ത് മുകളിലേക്ക് കയറിപ്പോകാൻ 2 സൈഡുകളിലുമായി സ്റ്റെപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നു. ഈ സ്റ്റെപ്പിന് താഴെ ദേവാലയത്തിന് മുൻവശത്തായി 4-5 അൾത്താരകൾ വേറെയും. ഈ ദേവാലയത്തിൻ്റെ താഴികക്കുടത്തിൽ 16 ഇടങ്ങളിൽ ഗ്ലാസിൽ ജപമാലയുടെ രഹസ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. പ്രധാന അൾത്താരയുടെ പിന്നിലായി വേറെയും ചില അൾത്താരകൾ. അവിടെ ബൈബിളിലെ പ്രധാന സംഭവങ്ങൾ മാർബിളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ധാരാളം ആളുകൾ അവിടെ നിന്നൊക്കെ പ്രാർത്ഥിക്കുന്നു.
ഇവിടെ മാതാവിൻ്റെ തിരുസ്വരൂപത്തിനു സമീപം തിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടം അപ്പർ ബസിലിക്ക എന്നാണ് അറിയപ്പെടുന്നത്. 1876 ഇത് പൂർത്തീകരിച്ചു. ഇവിടെ മറ്റൊരു അൾത്താരയിലാണ് ഞങ്ങൾക്ക് ദിവ്യബലി അർപ്പിക്കാൻ അവസരം ലഭിച്ചത്. കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. രോഗികളെയും മറ്റും വളണ്ടിയേഴ്സ് ഉടൻ നടക്കാൻ പോകുന്ന ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് കൊണ്ടുപോകുന്നു. യേശു ജനത്തിനിടയിലൂടെ കടന്നുപോയപ്പോൾ രോഗശാന്തി ഉണ്ടായതുപോലെ അനേകർക്ക് ഈ അവസരത്തിൽ രോഗശാന്തി ഇവിടെ ലഭിക്കാറുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരമാണ് ഈ പ്രദക്ഷിണം ആരംഭിക്കുന്നത്. 1874 മുതൽ പതിവായി എന്നും ഈ ആഘോഷം നടക്കുന്നു. ജപമാല ചൊല്ലിയാണ് ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നത്. അത്ഭുതങ്ങൾ, രോഗശാന്തികൾ ഒക്കെ ഈ സമയത്ത് സംഭവിക്കാറുണ്ട്. വിഭിന്ന പ്രായക്കാർ, വിവിധ സംസ്കാരത്തിൽപ്പെട്ടവർ ദൈവസ്തുതികൾ ആലപിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിൽ ആരുടെയും അപേക്ഷകൾ അത്യുന്നതൻ്റെ പക്കൽ എത്തും. അത്രയ്ക്കും ഭക്തി നിർഭരമായ ഒരു പ്രദക്ഷിണമാണിത്. കടന്നു പോകുന്ന വഴിയിലുള്ളവർ മുട്ടുകുത്തിയും തലകുനിച്ചും ബഹുമാനിക്കുന്നത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞുപോയി. ഇവിടുത്തെ അണ്ടർഗ്രൗണ്ട് ചാപ്പലായ സെയിൻറ്റ് പയസ് ചാപ്പലിലേക്കാണ് ഈ പ്രദക്ഷിണം എത്തിച്ചേർന്നത്. അവിടെ എത്തി പ്രാർത്ഥനയ്ക്ക് ശേഷം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദമായിരുന്നു. എത്ര ഭക്തി നിർഭരമായ ചടങ്ങുകളായിരുന്നു അത്! അതിൽ പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ അനുഗ്രഹം ഒന്നു മാത്രം.
പ്രധാന ദേവാലയത്തിന് അടുത്തെത്തിയപ്പോൾ രാത്രിയിൽ നടക്കുന്ന മെഴുകുതിരി പ്രദക്ഷിണത്തിനുള്ള ഗാനങ്ങളുടെ പ്രാക്ടീസ് നടക്കുന്നു. തീർത്ഥാടകരായി എത്തുന്നവരെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ജപമാല ചൊല്ലുവാനും അവസരം ലഭിക്കാറുണ്ട്. ഇപ്രാവശ്യം ഞങ്ങളുടെ ഗ്രൂപ്പിന് 5 നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന മാത്രമേ ചൊല്ലുവാൻ അവസരം ലഭിച്ചുള്ളൂ. അപ്പോൾ ഓർക്കുക, എത്രമാത്രം ജനങ്ങളാണ് അനുഗ്രഹങ്ങൾക്കായി ഇവിടെ തടിച്ചുകൂടുന്നതെന്ന്. തുടർന്ന് മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള മെഴുകുതിരി പ്രദക്ഷിണമായിരുന്നു. സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ദീപാലങ്കാരങ്ങളുടെ അകമ്പടിയോടെയാണ് ഈ പ്രദക്ഷിണം ആരംഭിച്ചത്. തുടർന്ന് വീൽ ചെയറിൽ രോഗികളെയും കൊണ്ടുള്ള വാളണ്ടിയർമാർ, പിന്നീട് തീർത്ഥാടകരായി എത്തിയവർ, ആ തണുത്ത രാത്രിയിൽ, ആ രാത്രിയുടെ നിശബ്ദതയിൽ ആയിരക്കണക്കിന് മെഴുകുതിരികളുടെ ചലനം. ഇതുപോലൊരു കാഴ്ച മുമ്പ് കണ്ടിട്ടില്ല. അത്രയ്ക്കും സ്വർഗീയ അനുഭൂതി തുളുമ്പുന്ന അനുഭവം. ഏതാണ്ട് 1 മണിക്കൂർ എടുക്കും ഈ പ്രദക്ഷിണം അവസാനിക്കാൻ. തിരികെ ആദ്യം രോഗികളായവർ, പിന്നീട് ജനങ്ങൾ ദേവാലയത്തിൻ്റെ മുൻപിൽ എത്തുന്നു. തുടർന്ന് ആശീർവാദം. സത്യത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തിലായിരുന്നു ഞങ്ങളുടെ മടക്കം.